ഹലോ എവ്രി വൺ. നമ്മൾ ഇതുവരെ ഹറപ്പൻ സിവിലൈസേഷന്റെ ഇക്കോണമിയെ കുറിച്ച് പഠിച്ചു. ഇക്കോണമിയിലെ പല ആസ്പെക്ട്സിനെയും കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹറപ്പൻ സിവിലൈസേഷനിലെ പൊളിറ്റി, അതുപോലെ തന്നെ അവിടുത്തെ സമൂഹം, അവിടുത്തെ സമൂഹ രീതികൾ, എങ്ങനെയാണ് ഹറപ്പൻ സിവിലൈസേഷൻ ഡിക്ലൈൻ ആയ, എങ്ങനെയാണ് അത് നിന്നുപോയെ, അതിനുശേഷം ഹറപ്പൻ സിവിലൈസേഷനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് അറിവുണ്ടായേ, എങ്ങനെയാണ് അതിന്റെ ഡിസ്കവറി നടന്നേ, അതിന്റെ ആർക്കിയോളജിയും ആ ആർക്കിയോളജിയിൽ നിന്ന് കണ്ടുകിട്ടിയ ഓരോരോ വസ്തുക്കളെ കൊണ്ട് എങ്ങനെയാണ് ഓരോ അർത്ഥം വെച്ച് ഹിസ്റ്റോറിയൻസ് നമുക്ക് ഹിസ്റ്ററി ഉണ്ടാക്കി തന്നെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം മുതൽ സ്ക്രീൻ കാണാമെന്ന് തോന്നുന്നു. സോ നമ്മൾ ഇന്നിപ്പോ പൊളിറ്റിനെ കുറിച്ച് പഠിക്കുന്നു. യാ സോ പൊളിറ്റി കൊണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സൊസൈറ്റിയിലെ അവിടുത്തെ ഭരണഘടനയും അവിടുത്തെ ഗവൺമെന്റും അവിടെ ഭരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പൊളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹറപ്പൻ സിവിലൈസേഷനിൽ നമ്മൾ എന്തുകൊണ്ട് ഹറപ്പൻ സിവിലൈസേഷനിൽ ഇങ്ങനെ ഒരു പൊളിറ്റി ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു? ബിക്കോസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഹറപ്പൻ സിവിലൈസേഷനിൽ പല കാര്യങ്ങളിലും വളരെയധികം പ്ലാനിങ്ങോട് കൂടിയും സ്ട്രാറ്റജിയോടുകൂടിയും ചിന്തിച്ചും ഉണ്ടാക്കിയ കുറേ സ്ട്രക്ചർസും കുറേ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കണ്ടു. ഫോർ എക്സാമ്പിൾ, നമ്മൾ അവിടെ ഉണ്ടാക്കുന്ന ഓരോരോ വസ്തുക്കൾ, അവിടുത്തെ ആർട്ടിഫാക്ട്സും പല പല ഒബ്ജക്ട്സും, ഈവൻ വീടുകൾ ഉണ്ടാക്കുന്ന രീതി, വീടുകളുടെ അവരുടെ ആംഗിള്, അതിൻ്റെ ഓരോരോ പ്ലാൻ, വീടുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടിക, അത്രയും ചെറിയ കാര്യം മുതൽ ഈ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഹർപ്പൻ സിവിലൈസേഷനിൽ ഒരേപോലെയായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു വാസ്റ്റ് റീജിയനിൽ ഇങ്ങനെ ഒരേപോലെ ഒരു യൂണിഫോമിറ്റി ഉണ്ടെന്ന് നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അവിടെ ആരേലും ഇത് ഒരു ഹയർ അതോറിറ്റി ആരേലും അത് ഓവർസീ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തി കൊണ്ടുപോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ അതുപോലെ ഇപ്പൊ ആർട്ടിഫാക്ട്സ്, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടികയിലുള്ളൊക്കെ അതിന്റെ സെയിം സൈസും വിട്ടും ബ്രെഡ്ത്തും ഇത്രയും വാസ്റ്റായി കിടക്കുന്ന ഹറപ്പൻ സിവിലൈസേഷനിലെ എല്ലാ റീജിയനിലും സെയിം റേഷ്യോ ആയിരുന്നു കണ്ടുകിട്ടിയത്. അതുപോലെ തന്നെ ഓരോരോ സെറ്റിൽമെന്റ്സ് എന്ന് വെച്ചാൽ ജനവാസമുള്ള ആ സ്ഥലങ്ങൾ, അത് കറക്റ്റായിട്ട് ഓരോരോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവിടുത്തെ ആൾക്കാർ കൂടിപ്പാറിയത്. അതായത് അവര് റാൻഡം ആയിട്ട് കണ്ടുകിട്ടിയ സ്ഥലങ്ങളിലൊന്നുമല്ല, അവര് സ്പെഷ്യൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഓരോരോ സെറ്റിൽമെന്റ്സിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാഗേശ്വർ ആൻഡ് ബാലാകോട്ട് എന്ന് പറഞ്ഞ രണ്ട് സ്ഥലത്തെ കുറിച്ച് പഠിച്ചു. ഈ രണ്ട് സ്ഥലം കോസ്റ്റൽ ഏരിയാസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആൻഡ് അവിടെ അവിടുത്തെ മനുഷ്യർ അവിടെ ഷെല്ലും കൊണ്ട് ഉണ്ടാക്കി ഓരോരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി അത് വിറ്റും കൊടുത്തും ഒക്കെ ആയിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. സോ വെറുതെ ആൾക്കാർ വന്ന് ഇങ്ങനെ റാൻഡംലി ഒന്നും വെള്ളവും അതുപോലത്തെ ഉപജീവന മാർഗങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തൊന്നും ആൾക്കാർ അവിടെ താമസിക്കില്ലല്ലോ. ഹറപ്പൻ സിവിലൈസേഷനിലെ ആ സമയത്തെ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തിട്ട് തന്നെയായിരിക്കും അവിടുത്തെ ആ ഒരു കോസ്റ്റൽ റീജിയനിൽ പോയി താമസിക്കാമെന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും നമ്മൾ റൂട്ടായിട്ട് കാണുമ്പോൾ അതിന്റെ ഒരു അത് ഇംപ്ലൈ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഗവേണിംഗ് അതോറിറ്റി ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, വീടുകൾ, റെസിഡൻസ്, ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് അത്രയ്ക്ക് ഹ്യൂമൻ റിസോഴ്സ് വേണം, അത്രയ്ക്ക് ആൾക്കാർ വേണം, പണിയുന്ന ആൾക്കാർ, കൂലിപ്പണിക്കാർ എല്ലാവരും വേണം. അവരൊക്കെ ഉണ്ടായാലല്ലേ ഇതൊക്കെ വീടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റൂ. സോ ഈ പറഞ്ഞ എവിഡൻസ് ഒക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഹറപ്പയിൽ എന്തെങ്കിലും ഒരു പൊളിറ്റി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് പോലത്തെ എന്തെങ്കിലും സിസ്റ്റം കാണുമെന്ന്. എന്നാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫും അത് പ്രൂവ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മൾ ഓരോരോ കാര്യം വെച്ച് നമ്മൾ അസ്യൂം ചെയ്ത് ഓക്കെ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ അപ്പൊ ഈ പൊളിറ്റിനെ കുറിച്ച് തന്നെ കുറേ ഡിബേറ്റ്സ് ഉണ്ട്, ഹിസ്റ്ററിയിൽ തന്നെ കുറേ ഡിബേറ്റ്സ് ഉണ്ട്. കുറേ ഹിസ്റ്റോറിയന്മാര് എല്ലാവരും അവരവരുടെ തിയറീസും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കുറേ തിയറീസ് ആണ് നമ്മുടെ ബുക്കിൽ പറഞ്ഞേക്കുന്ന പല തിയറീസ് ആണ് ഇത് ഈ സ്ക്രീനിൽ കാണുന്നത്.
സോ ചില ഹിസ്റ്റോറിയൻസ് ഒക്കെ ഇപ്പൊ മൊഹൻജോദാരോയിലെ ഓരോരോ വലിയ ബിൽഡിംഗ് ചില സ്പെഷ്യൽ ആയിട്ടുള്ള വീടുകൾ പോലെ ഇരിക്കുന്നതല്ല, വീടുകളെ പോലെ കാണുന്ന പോലത്തെ അല്ലാത്ത കുറച്ച് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും. ആ ബിൽഡിങ്സിനെ കണ്ട് ഓക്കെ ഇത് ചിലപ്പോൾ അവിടെ രാജാക്കന്മാര് താമസിച്ച എന്തെങ്കിലും പാലസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സ്റ്റാച്യൂസും അതുപോലത്തെയൊക്കെ വസ്തുക്കളൊക്കെ കണ്ട ഓക്കെ ചിലപ്പോൾ ഇത് അവിടുത്തെ രാജാവിന്റെ ഒരു സ്റ്റാച്യു ആയിരിക്കും എന്നൊക്കെ ചിലവർ തിയറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഹിസ്റ്റോറിയൻസ് ഒക്കെ ആഹ്, ഇവര് ഓരോരോ അസംഷൻ ചെയ്യുന്നത് അവർക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് നോളജ് വെച്ച് അതിനെ താരതമ്യപ്പെടുത്തി അങ്ങനെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ഒരു നോളജ് വെച്ചായിരിക്കും നമ്മളും പാസ്റ്റിനെ കാര്യത്തെ നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോ അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയയിൽ ആ സമയത്ത് അതുപോലെ ഓരോരോ സ്റ്റാച്യു ഒക്കെ കണ്ടുകിട്ടി അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയപ്പോൾ ഓക്കെ അത് എന്തേലും ഒരു രാജാവായിരിക്കും എന്നൊക്കെ അവർ കരുതിയായിരുന്നു. സോ ഹറപ്പൻ സിവിലൈസേഷനിൽ ഏകദേശം അതേപോലത്തെ ഒരു സാധനം കിട്ടിയപ്പോൾ അവരത് തന്നെ വിചാരിച്ചു. ചില ഹിസ്റ്റോറിയന്മാരൊക്കെ തിയറി പറഞ്ഞത് ഹറപ്പൻ സൊസൈറ്റിയിൽ ഒരു രാജാക്കന്മാരും ഇല്ലായിരുന്നു, എല്ലാവരും ഒരേപോലെ ആയിരുന്നു എന്നൊക്കെ അവർ ചില എവിഡൻസ് കണ്ടിട്ട് പറയാറുണ്ട്. പക്ഷെ ചിലവർ പറയുന്നു അവിടെ ഒരൊറ്റ സിംഗിൾ റൂളർ ആരും ഇല്ലായിരുന്നു. ചിലവർ പറയുന്നു ഹറപ്പൻ സിവിലൈസേഷനിൽ എല്ലാ സ്ഥലത്തും ഒരേ യൂണിഫോം ആയിട്ടുള്ള രീതികളും കാര്യങ്ങളും കാണുന്നതിന് അർത്ഥം അവിടെ ഒരു സിംഗിൾ റൂളർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഭരിച്ചിരുന്ന ഒരു രാജാവോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും അതോറിറ്റി ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ടെങ്കിലല്ലേ എല്ലായിടത്തും ഒരേപോലെ ഇരിക്കും. സോ അങ്ങനെയൊക്കെ പല തിയറീസ് വരുന്നുണ്ട്. ഇനി നമ്മള് ഹറപ്പൻ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ ഹറപ്പൻ സൊസൈറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ പറ്റിയാണ്. അതായത് അവരുടെ രീതികളും അവരുടെ ആചാരങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പൊ ഇതുപോലത്തെ ആചാരങ്ങളും രീതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് നമുക്കങ്ങനെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് ഒന്നും കാണില്ലല്ലോ. അപ്പൊ അതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്യും. ഇപ്പൊ സോഷ്യൽ ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൊസൈറ്റിയിലായിരിക്കുമ്പോൾ എല്ലാവരും എക്സാക്ട്ലി ഒരേപോലെ ആയിരിക്കും എന്നല്ലല്ലോ. ഇപ്പോ മെയിൽസിനും ഫീമെയിൽസിനും ചിലപ്പോൾ കുറച്ചൊക്കെ ഡിഫറൻസ് കാണുമല്ലോ. അവരുടെ ബയോളജിക്കൽ ഡിഫറൻസ് അല്ല. അവരുടെ രീതികളിലും ആചാരങ്ങളിലും അവർ ജീവിച്ചിരുന്ന രീതികളിലും ഒക്കെ കുറച്ച് ഡിഫറൻസ് കാണുമല്ലോ. ആ ഡിഫറൻസ് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ ഹിസ്റ്ററി പഠിക്കുന്നത്. സോ ഹറപ്പൻ സിവിലൈസേഷനിൽ നമ്മൾ അവിടുത്തെ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കാൻ ഇതുവരെ കിട്ടിയ എവിഡൻസിൽ നമുക്ക് 2 രീതികളെ കണ്ടുകിട്ടിയിട്ടുള്ളൂ. ഒന്ന് അവിടുത്തെ ബറിയൽസ് അവിടെ മരിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് കുഴിച്ച് മൂടുന്നത് എന്നുള്ള രീതിയൊക്കെ അതൊക്കെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് കാണുമല്ലോ. അതൊക്കെ കണ്ടിട്ടായിരിക്കും ഹിസ്റ്റോറിയൻസ് ഓരോരോ അസംഷൻസ് നടത്തുന്നത്. സോ ബറിയൽസിൽ നിന്നും നമുക്ക് അതില് 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് കൈൻഡ്സ് ഓഫ് ബറിയൽ പിറ്റ്. ബറിയൽ പിറ്റ് എന്ന് പറയുന്നത് എങ്ങനത്തെ കുഴിമാടമാണ്, എങ്ങനത്തെ ഒരു ബറിയൽ ഒരു കുഴിയാണ് അവിടെ നമുക്ക് കണ്ടുകിട്ടുന്നത് എന്ന് അതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചില തിയറീസ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹറപ്പൻ സിവിലൈസേഷനിൽ നമുക്ക് ചില കുഴിമാടങ്ങൾ ഒത്തിരി ഡീപ്പായിട്ട് കുഴിച്ച് അതിന്റെ ചുറ്റും ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ ബൗണ്ടറി പോലെ വെച്ചിട്ടുണ്ട്. എന്നാൽ അത് എല്ലാത്തിലും ഇല്ല. സോ ഇങ്ങനെ പലയിടത്തും പല ഡിഫറൻസ് ആണെങ്കിൽ അതിനർത്ഥം എല്ലായിടത്തും വേറെ വേറെ ആചാരങ്ങളായിരിക്കും എന്നാണല്ലോ. അതുപോലെ തന്നെ ഓരോരോ ബെറിയൽസിന്റെ അകത്ത് എന്തൊക്കെ സാധനമാണ് പണ്ട് കാലത്തൊക്കെ മനുഷ്യരെ കുഴിച്ചിടുമ്പോൾ മരിച്ചുപോയ അവരെയൊക്കെ കുഴിച്ചിടുമ്പോൾ അവരുടെ കൂടെ ഓരോരോ ഇങ്ങനെ വസ്തുക്കളും കൂടി വെക്കും. അപ്പൊ ഇത് നമുക്ക് ആദ്യമേ ഇതിന്റെ ഒരു നോളജ് കിട്ടുന്ന ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടുത്തെ രാജാക്കന്മാരെയൊക്കെ അവരെ ബെറി ചെയ്യുമ്പോൾ അവരുടെ കൂടെ കുറെ സ്വർണങ്ങളും അതുപോലെ വിലപിടിപ്പുള്ള കുറെ വസ്തുക്കളുമാണ് അവരുടെ കൂടെ കുഴിച്ചിടുന്നത്. സോ ആ ഒരു നോളജ് വെച്ചിട്ടാണ് നമ്മൾ ഹറപ്പൻ സിവിലൈസേഷനിലെയും അവിടെയും ഒരു സിമിലർ പാറ്റേൺ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ ഹറപ്പൻ സിവിലൈസേഷനിലെ ചില ബെറിയൽസിലൊക്കെ നമുക്ക് അങ്ങനെ കുറെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ജ്വല്ലറി, പോട്ടറി അതുപോലത്തെയൊക്കെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒത്തിരി എടുത്തങ്ങ് ഇല്ലതാനും. അതായത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന അത്രയും എക്സ്റ്റെൻഡിലൊന്നും ഇല്ലായിരുന്നു. സോ നമുക്ക് ഇതുവരെ അങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ എവിഡൻസ് അതായത് വസ്തുക്കള് നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ വസ്തുക്കൾ കിട്ടുമല്ലോ. ആ വസ്തുക്കളും അതിന്റെ ഓരോ ഷേപ്പും അതിന്റെ രീതികളും അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അതെന്തിനായിരിക്കും ഉപയോഗിച്ചേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ലൈക്ക് തിയറൈസ് ചെയ്യാം.
അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ സമയത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും ജീവിച്ചത്, എങ്ങനെയായിരിക്കും അവരുടെ രീതികൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ആർട്ടിഫാക്ട്സിൽ നമുക്കിപ്പോൾ ഹറപ്പൻ സിവിലൈസേഷനിൽ നിന്ന് കിട്ടുന്ന കുറേ ആർട്ടിഫാക്ട്സ് ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ കാണുന്ന പോലെയല്ല. ചിലപ്പോൾ നമുക്ക് കണ്ട ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അതുപോലത്തെ എന്തെങ്കിലും ഷേപ്പൊക്കെ ആയിരിക്കും ചില വസ്തുക്കൾക്കൊക്കെ. അപ്പോൾ ബ്രോഡ്ലി ഇതുവരെയുള്ള ഹിസ്റ്റോറിയന്മാര് ആ കണ്ടുകിട്ടിയ വസ്തുക്കളെ ഇപ്പോഴത്തെ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു ഷേപ്പ് വെച്ച് ഓക്കെ ഇതായിരിക്കും അതേ ഉപയോഗമായിരിക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും ആ സമയത്ത് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കി. സോ ഇതുവരെ കണ്ടുകിട്ടിയ എല്ലാ വസ്തുക്കളിൽ നിന്നും ഹിസ്റ്റോറിയൻസ് 2 ടൈപ്പ് വസ്തുക്കളെ ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് യൂട്ടിലിറ്റേറിയൻ ആർട്ടിഫാക്ട്സ് എന്ന് വെച്ചാൽ ഡെയിലി യൂസിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒബ്ജക്ട്സും എന്തെങ്കിലും വസ്തുക്കളും ഒക്കെ ആയിരിക്കും ഇതുപോലത്തെ ഈ കണ്ടുകിട്ടിയ വസ്തുക്കൾ. സോ ഇത് ഇങ്ങനത്തെ ഡെയിലി യൂസ് ഒബ്ജക്ട്സ് ആണ് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുന്നത്? ഹിസ്റ്റോറിയൻസ് അപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ഡെയിലി യൂസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് അത്ര വലിയ ക്വാളിറ്റി മെറ്റീരിയലും കൊണ്ടോ അല്ലെങ്കിൽ അത്ര റെയർ ആയിട്ടുള്ള മെറ്റീരിയലും കൊണ്ടോ ഒന്നും ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്. നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലായിടത്തും കിട്ടുന്ന എന്തെങ്കിലും ക്ലേയോ അല്ലെങ്കിൽ കല്ലോ അതുപോലത്തെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഡെയിലി യൂസ് ഒബ്ജക്ട്സ് ആണെങ്കിൽ അത് എല്ലായിടത്തും സ്പ്രെഡായി കിടക്കും. അതായത് ഒരു സൊസൈറ്റിയിൽ എല്ലാവരും ആ ഡെയിലി യൂസ് ഒബ്ജക്ട്സ് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ ഈ ക്വേൺസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇങ്ങനെ ഓരോരോ സീഡ്സും ധാന്യങ്ങളും ഒക്കെ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ലും അതുപോലത്തെ കാര്യങ്ങളെയാണ് ക്വേൺസ് എന്നൊക്കെ പറയുന്നത്. സോ ഇതൊക്കെ കണ്ട് ഹിസ്റ്റോറിയൻസിന് അവർ കണ്ടെത്തിയ കാര്യം ഇതൊക്കെ ഓക്കെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ ആയിരിക്കും എന്നാണ് അവർ കരുതിയത്. എന്നാൽ ലക്ഷറി ആർട്ടിഫാക്ട്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അത് എന്തേലും റെയർ ആയിട്ടുള്ള ഒരു വസ്തു കൊണ്ട് ഉണ്ടാക്കിയ എന്തേലും ഒബ്ജക്ട്സ് ആയിരിക്കും. അതായത് ആ ഒരു ഏരിയയിൽ കോമൺലി കണ്ടു കിട്ടാത്ത എന്തേലും റെയർ ആയിട്ടുള്ള എന്തേലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, ആ ഒരു മെറ്റീരിയലും കൊണ്ട് എന്തേലും വസ്തു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ എന്താണ് ആ ഒരു വസ്തു കുറച്ച് റെയർ ആണ് അല്ലെങ്കിൽ എന്തേലും ലക്ഷറി ആയിട്ട് ഉപയോഗിക്കുന്ന എന്തേലും വസ്തു ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫൈൻ സ്പോട്ട്സ്. ഫൈൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ള സെറാമിക് പോലത്തെ ഗ്ലേസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ ഹിസ്റ്റോറിയൻസിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചില യൂട്ടിലിറ്റേറിയൻ ആർട്ടിഫാക്ട്സ്. ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ ഈ തുണിയൊക്കെ തുന്നുന്ന സൂചി പോലെ സാധനങ്ങൾ, അതുപോലത്തെ കുറെ സാധനങ്ങളൊക്കെ ലക്ഷറി മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനായിരിക്കും ഉപയോഗിച്ചത് എന്നൊക്കെ ഹിസ്റ്റോറിയൻസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് കുറെയൊക്കെ ആർട്ടിഫാക്ട്സ് ഒക്കെ കിട്ടുന്നത് ഹോഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഹിസ്റ്ററി ബുക്കിലെ സൈഡ് ബോക്സിലൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തത്? കാരണം CUET എക്സാമിൽ മെയിൻ കണ്ടന്റ് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ സൈഡ് ബോക്സിലും എല്ലായിടത്തും ഇപ്പോൾ സൈഡ് ബോക്സിൽ ഹിസ്റ്ററി ബുക്കിൽ പിങ്ക് കളർ, യെല്ലോ, ബ്ലൂ കളർ ബോക്സിലൊക്കെ, പർപ്പിൾ കളർ ബോക്സിലൊക്കെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാപ്സിൽ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ ഓരോരോ പിക്ചർ തരുന്നതിന്റെ അടിയിലും അവരിങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ തരും. അതിലും ഇഷ്ടംപോലെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം വായിച്ച് thoroughly വായിച്ച് വീണ്ടും വീണ്ടും 2-3 പ്രാവശ്യം വായിച്ച് നോട്ട്സ് ഉണ്ടാക്കി വേണം പഠിക്കാൻ. കാരണം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നൊക്കെ വരാറുണ്ട്. സാമ്പിൾ പേപ്പർ നോക്കിയാൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഹോഡ്സ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ എന്തെങ്കിലും വലിയൊരു ഭരണിയിലോ അല്ലെങ്കിൽ അതുപോലത്തെ കണ്ടെയ്നറിലോ ഒക്കെ ചില ഒബ്ജക്ട്സ് ഇങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ കുഴിച്ചു മൂടുമായിരുന്നു. അത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അതിന്റെ ഉത്തരം നമുക്ക് ഇതുവരെ ഇല്ല. ചിലപ്പോൾ വീണ്ടും ആ കാര്യം പിന്നീട് എപ്പോഴേലും ഉപയോഗിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീയൂസ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും. സോ അങ്ങനെ ചിലപ്പോൾ ഇതുപോലെ മണ്ണിന്റെ അകത്ത് കുഴിച്ചു വെച്ച് പ്രിസർവ് ചെയ്തിട്ട് അത് തിരിച്ചെടുക്കാൻ ചിലപ്പോൾ ആൾക്കാരൊക്കെ മറന്നുപോകും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കാണാതെ പോകും. അല്ലെങ്കിൽ ആൾക്കാർ എവിടെയോ അത് വെച്ച് കുഴിച്ചു മൂടിയെന്നൊക്കെ മറന്നു പോകുമായിരിക്കും. അപ്പം അത് അങ്ങനെ തന്നെ മണ്ണിന്റെ അടിയിൽ കിടക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ഓരോരോ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹറപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാണ് നിലച്ചു പോയത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഡിക്ലൈൻ ആയത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഒരു 1800 BC ഒക്കെ ആയപ്പോഴത്തേക്കും
നമ്മൾ ഈ ഹറപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ കുറച്ച് ചേഞ്ചസ്, കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ? ഇപ്പോൾ വലിയ വലിയ മെച്യൂർ ഹറപ്പൻ സൈറ്റ്, മെച്യൂർ എന്ന് വെച്ചാൽ ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള വലിയ വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള അർബൻ സിറ്റീസ് പോലത്തെയുള്ള കുറെ സ്ഥലങ്ങളൊക്കെ പയ്യെ പയ്യെ അബാൻഡൻഡ് ആവാൻ തുടങ്ങി. അബാൻഡൻ എന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരൊക്കെ ആ സ്ഥലം വിട്ട് മാറി വേറെ എങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ആ സ്ഥലം അവിടെ വിജന പ്രദേശം പോലെ അങ്ങനെ കിടക്കും. അതുപോലെ തന്നെ കുറേ മനുഷ്യര്, കുറേ ആൾക്കാര് പുതിയ പുതിയ സ്ഥലങ്ങളിലോട്ട്, അതായത് ഹറപ്പൻ സിവിലൈസേഷന്റെ ആ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറിയിൽ നിന്നും പുറത്തോട്ട് കുറെ പേര് ഇങ്ങനെ മൈഗ്രേറ്റ് ആയി പോകുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ എവിഡൻസിലൂടെ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ലേറ്റ് ഹറപ്പൻ കൾച്ചർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 1800 BC 1900 BC ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഏരിയയിൽ ഉണ്ടായിട്ടുള്ള കുറെ ചേഞ്ചസ് കഴിഞ്ഞിട്ട് പുതിയ ചില സ്ഥലങ്ങളിലായിരിക്കും കുറച്ച് ഹറപ്പൻ സെറ്റിൽമെന്റ്സിന്റെ ബാക്കി അംശം വരുന്നത്. അപ്പൊ അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ 4 സ്ഥലങ്ങൾ. ഇതും നമ്മുടെ മെയിൻ ടെക്സ്റ്റിലല്ല, ഇത് ഞാൻ മാപ്പിൽ നിന്ന് എടുത്ത ഇൻഫർമേഷൻ ആണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്, അതിലും വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൺ പ്രൂഫ് വൈ മാപ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ബുക്കിൽ കുറേ ഇഷ്ടംപോലെ മാപ്സ് ഉണ്ട്, അതിൽ നല്ല അധികം തന്നെ ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പൊ അതുമെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ഈ മാപ്സിന്റെ പേര് എല്ലാവരും പഠിക്കണം കേട്ടോ, കാണാപ്പാഠം പഠിക്കണം. 4 സ്ഥലം നമ്മുടെ ബുക്കിൽ തന്നിട്ടുള്ളൂ. സോ അത് 4ഉം പഠിച്ചു വെച്ചേക്കണം. സോ നമ്മൾ ഈ ലേറ്റ് ഹറപ്പൻ കൾച്ചറും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഒരു സ്ഥലം ഡിക്ലൈൻ ആയി എന്നതിന്റെ എന്ത് എവിഡൻസ് ആണ്? നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലം ഡിക്ലൈൻ ആയി എന്ന് പറയുന്നത്? അതായത് അവിടെ നമ്മളിപ്പോ പഠിച്ചാൽ, ഇത്രയും നേരം നമ്മൾ പഠിച്ച ഹറപ്പൻ സിവിലൈസേഷന്റെ ഓരോരോ ഫീച്ചേഴ്സ്, ആ ഒരു സിവിലൈസേഷന് മാത്രം പ്രത്യേകമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളും കുറേ വസ്തുക്കളും ആർട്ടിഫാക്ട്സും ഒബ്ജക്ട്സും എല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കുറേ സിസ്റ്റംസും അവരുടെ ഓരോരോ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ കണ്ടു. ഈ പറഞ്ഞ ആസ്പെക്ട്സ് എല്ലാം ഒരു 1900 BC ആവുന്ന ആ ഒരു സമയത്തോടെ അതെല്ലാം ഇങ്ങനെ പയ്യെ പയ്യെ നിലച്ചു പോകുന്നു, പയ്യെ പയ്യെ ഡിസപ്പിയർ ആവുന്നു. അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ആ ഒരു പണ്ടുണ്ടായിരുന്ന അത്രയും ഒരു വൈബ്രന്റ് കൾച്ചർ ഒക്കെ ഇപ്പൊ നിലച്ചു പോയി, ഇപ്പൊ തീർന്നു പോകുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഹറപ്പൻ സിവിലൈസേഷന്റെ പീക്കിൽ ഉണ്ടായിരുന്നതാണ് അവരുടെ സ്ക്രിപ്റ്റ്, ട്രേഡ്. നമ്മളൊക്കെ ഇപ്പോൾ ഈവൻ ലോങ് ഡിസ്റ്റൻസ് ട്രേഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ ഓരോരോ പല രീതിയിലുള്ള ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ, ബീഡ്സും ജ്വല്ലറിയും ഓർണമെന്റ്സ് എല്ലാം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതൊക്കെ ഈ ഒരു 1900 BC ആകുമ്പോൾ തീർന്നു പോകുന്നു. നമുക്ക് അങ്ങനത്തെ ആ ഒരു മെറ്റീരിയൽസ് കിട്ടുന്നത് കുറവാണ് ആ ഒരു പീരീഡിൽ നിന്ന്. പിന്നെ കുറേ നമ്മൾ പഠിച്ചത് മെച്യൂർ ഹറപ്പൻ കൾച്ചറിൽ ഒത്തിരി ഒബ്ജക്ട്സ് നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അതും പല പല യൂസസിനായിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ലേറ്റ് ഹറപ്പൻ കൾച്ചറിന്റെ ആ ഒരു പീരീഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒബ്ജക്ട്സ് കിട്ടുന്നത് വളരെ കുറവായിട്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നത് ഹൗസ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. അതായത് വീടുകൾ നിർമ്മിച്ച രീതിയും അതുപോലത്തെ വീടുകളുടെ ഓരോരോ ആ ഒരു ആർക്കിടെക്ചറും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും തീർന്നു പോകുന്നു. വലിയ വലിയ പബ്ലിക് സ്ട്രക്ചർ, ഇപ്പോൾ ഗ്രേറ്റ് ബാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു, ഡ്രെയിനേജ് സിസ്റ്റം പഠിച്ചു. ഇതെല്ലാം ഈ ഒരു ലേറ്റ് ഹറപ്പൻ കൾച്ചർ ആകുമ്പോഴത്തേക്കും അതൊക്കെ പയ്യെ പയ്യെ ഡിസപ്പിയർ ആവുന്നു, അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്നൊക്കെ മനുഷ്യർ, അവിടെ താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യരൊക്കെ അവിടുന്ന് മാറിപ്പോകുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഇതിനൊക്കെ കാരണങ്ങളായിട്ട് ഇതിനൊക്കെ സത്യം പറഞ്ഞ എവിഡൻസ് അത്രയും ഇല്ല. നമ്മൾ ഇതൊക്കെ ഹിസ്റ്റോറിയൻസ് ഇത് ഇങ്ങനെ ഊഹിക്കുന്നതേ ഉള്ളൂ, ഇങ്ങനെ അസ്യൂം ചെയ്യായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും വലിയൊരു ക്ലൈമറ്റ് ചേഞ്ചോ അല്ലെങ്കിൽ ഭയങ്കര, ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെന്ന് ഓർക്കണം. അതൊരു വലിയൊരു റിവറാണ്. ഇൻഡസ് സരസ്വതി റിവേഴ്സിന്റെ ഇടയ്ക്കുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു. മേ ബി ആ റിവർ നദികളൊക്കെ അതിന്റെ കോഴ്സൊക്കെ അതങ്ങനെ മാറി മാറി ഇരിക്കും, മാറി മാറിയൊക്കെ ആയിരിക്കും ഒഴുകുന്നത്. അപ്പൊ ആ ഒരു നദിയുടെ കോഴ്സ്, അതിന്റെ ഒരു ഫ്ലോ ചിലപ്പോ മാറിപ്പോയി, ചിലപ്പോൾ വലിയൊരു ഫ്ലഡ്, വലിയ അങ്ങനെ എന്തെങ്കിലും പ്രളയം പോലെയോ അങ്ങനെ എന്തെങ്കിലും വന്നായിരിക്കും, അല്ലെങ്കിൽ ആ റിവർ തന്നെ വറ്റുപോയി കാണും. അങ്ങനെയൊക്കെ പല റീസൺസും ഹിസ്റ്റോറിയൻസ് അവരിങ്ങനെ അസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും തക്കതായ എവിഡൻസ് നമുക്ക് ഇപ്പോഴും ഇല്ല.
എന്തുകൊണ്ടാണ് ഹറപ്പൻ സിവിലൈസേഷൻ തീർന്നു പോകുന്ന എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ബിക്കോസ് ഇത്രയും വൈബ്രന്റും ഡെവലപ്ഡും ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ തീർന്നു പോകുന്നു. അതായത് ഒരു കാരണവുമില്ലാതെ തീർന്നു പോകുന്നു. ആ ഒരു കംപ്ലീറ്റ് ഏരിയയിലുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ കണ്ടുവന്ന ഒരു യൂണിഫോം സിസ്റ്റം, ആ ഒരു കുറേ ഫീച്ചേഴ്സ് ഒറ്റയടിക്ക് എല്ലാം ഡിസപ്പിയർ ആവുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ നമുക്ക് ഹറപ്പൻ സിവിലൈസേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിഡൻസസ് ഒക്കെ കിട്ടുന്നത് ഡയറക്റ്റ് ഒരു 1000 വർഷമൊക്കെ ശേഷമുള്ള എവിഡൻസസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ ഇടയ്ക്ക് ആ ഒരു പീരീഡിൽ എന്ത് നടന്നു, ഹറപ്പൻ സിവിലൈസേഷന്റെ ആ ഒരു സമയത്ത് അവിടെ താമസിച്ച ആൾക്കാരൊക്കെ എവിടെ പോയി, അവർക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ഇൻഫർമേഷനും നമുക്ക് ഇതുവരെ എവിഡൻസിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഹിസ്റ്റോറിയൻസ് അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത്. ഹറപ്പൻ ഡിക്ലൈൻ. ഓക്കെ, ഈ ഒരു സ്ലൈഡ് നമ്മുടെ ഹിസ്റ്ററി ബുക്കിൽ വലിയൊരു പർപ്പിൾ കളറിന്റെ ബോക്സ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ ആന്ന് വിചാരിക്കും, പക്ഷെ എക്സ്ട്രാ അല്ല, കാരണം ഇതിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഹറപ്പൻ ഡിക്ലൈനിനെ പല ഹിസ്റ്റോറിയൻസും പല ടൈപ്പ് ആർഗ്യുമെന്റ്സും തിയറീസും ഒക്കെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പൊ ജോൺ മാർഷൽ നമുക്കറിയാം, ഒരു നമ്മുടെ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേയിലെ ഒരു ഡയറക്ടർ ആയിരുന്നു. പുള്ളിയുടെ ഈ ബുക്കിന്റെ പേരൊക്കെയും നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെയും കാണാപ്പാടെ പഠിക്കേണ്ടിയിരിക്കുന്നു. CUET എക്സാം ഒരു MCQ ഒബ്ജക്റ്റീവ് ഇത് ആയതുകൊണ്ട് കാണാപ്പാടം നമ്മുടെ മെമ്മറി സ്കിൽസ് ആണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ നമുക്ക് കാണാതെ പഠിക്കണം. കാരണം ഇതിൽ നിന്ന് ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബുക്ക് ആരാണ് എഴുതിയത്, അല്ലെങ്കിൽ ജോൺ മാർഷൽ എഴുതിയ ബുക്കിന്റെ പേരെന്തായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് പഠിച്ചു വെക്കുന്നതായിരിക്കും ബുദ്ധി. സോ നമുക്ക് ഇങ്ങനെ 4 ഡിഫറെന്റ് തിയറീസ് കിട്ടിയിട്ടുണ്ട് ഡിക്ലൈനെ കുറിച്ച്. ഇപ്പം ജോൺ മാർഷൽ പറയുന്നത്, പുള്ളി ആ സമയത്ത് ജോൺ മാർഷൽ എന്ന ആർക്കിയോളജിസ്റ്റ് ആ സമയത്ത് എക്സ്കവേഷനും ആർക്കിയോളജിക്കും ഒക്കെ ആ സമയത്ത് ഹറപ്പൻ സിവിലൈസേഷൻ ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അദ്ദേഹം കുറേ ടൈപ്പ് ബോൺസും സ്കെലറ്റൻസ്, ഇങ്ങനെ റോ സ്കെലറ്റൻസ് ഒക്കെ ഇങ്ങനെ കുഴിച്ച് മാന്തി നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ കിട്ടിയായിരുന്നു. ഒരു സ്ഥലത്തൊക്കെ കുറേ സ്കെലറ്റൻസ് ഒക്കെ കിട്ടിയായിരുന്നു. എല്ലുകളും മനുഷ്യരുടെ സ്കെലറ്റൻസും എല്ലാം കിട്ടിയായിരുന്നു. സോ അതുകൊണ്ട് പുള്ളി ലൈക്ക് കണ്ടെത്തിയ ഒരു തിയറിയാണ് ആ സമയത്ത് എന്തേലും വേറെ സ്ഥലത്തു നിന്ന് വന്ന ആൾക്കാർ ചിലപ്പോൾ കോങ്കർ ചെയ്ത് കാണും, അല്ലെങ്കിൽ എന്തേലും ഭയങ്കര വലിയൊരു യുദ്ധം നടന്നു കാണും. അതുകൊണ്ടായിരിക്കും ഇത്രയും വയലന്റ് ആയിട്ട് ഒരേ സമയത്ത് ഇത്രയും ആൾക്കാർ മരിച്ചു വന്നത്. അതായിരുന്നു ജോൺ മാർഷലിന്റെ ഒരു തിയറി. പക്ഷെ REM വീലർ എന്ന് പറഞ്ഞ ഒരു ആർക്കിയോളജിസ്റ്റ് വേറെ ഒരു അപ്രോച്ചാണ് എടുത്തത്. അതായത് നമുക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ വേദിക് എറ എത്തുമ്പോൾ നമുക്ക് ഈ ഋഗ്വേദയാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും പഴക്കമായിട്ട് കിട്ടിയ ഒരു പുസ്തകം. ആ ഋഗ്വേദയില് ഇന്ദ്രൻ എന്ന ഒരു ഭഗവാന്റെ മെൻഷൻ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഋഗ്വേദത്തില് ഇന്ദ്രനെ കുറിച്ച് പറയുന്നത്, ഇന്ദ്രൻ ഒരു ഫോർട്ട് ഡിസ്ട്രോയർ ആണെന്നാണ് പറയുന്നത്. അതായത് ഫോർട്ടുകളും വലിയ വലിയ നമ്മുടെ ഒരു സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർട്ടുകൾ പണിയുമല്ലോ, ആ ഫോർട്ടുകളെ പ്രൊട്ടക്ട് ചെയ്ത ഒരു ദൈവമായിരുന്നു ഇന്ദ്രൻ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോ REM വീലർ എന്ന ഒരു ആർക്കിയോളജിസ്റ്റ് ആ കോട്ട തകർക്കുന്ന ഇന്ദ്രദേവൻ ആയിരിക്കും ഹറപ്പൻ സിവിലൈസേഷനും തകർത്തെ എന്നുള്ള ഒരു രീതിയിലാണ് തിയറി കൊണ്ടുവന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, ഹറപ്പൻ സിവിലൈസേഷന്റെ കുറേ സ്ട്രക്ചേഴ്സിലും ചുറ്റും കോട്ടകൾ പോലെ, വോൾസും വലിയ വലിയ കോട്ടകൾ പോലെയും പണിതിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ചിലപ്പോ ആര്യൻസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന്, ലൈക്ക് ഇപ്പോഴുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് പുറത്ത്, ആ ഒരു ബൗണ്ടറിക്ക് പുറത്തുനിന്ന് വന്ന കുറച്ച് കോൺക്രേഴ്സ് പോലെയാണ് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ ആര്യൻസ് വന്ന് ചിലപ്പോ ഹറപ്പൻ സിവിലൈസേഷനിലെ ഓരോരോ കോട്ടകൾ പോലെ പണിത, മൊഹൻജൊദാരോയിലും ഹറപ്പയിലും ഒക്കെ പണിത ആ സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഡിസ്ട്രോയ് ചെയ്ത് കാണും എന്നൊക്കെയാണ് REM വീലർ തിയറൈസ് ചെയ്തത്. പക്ഷെ ഇതുപോലത്തെ കുറച്ച് തിയറീസ് ഒക്കെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ വിമർശിച്ചാണ് GF ഡെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിയൻ വന്നത്. അപ്പോൾ GF ഡെയിൽസ് പറയുന്നത്
ഇത്രയും ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ്റെയോ അല്ലെങ്കിൽ ഹറപ്പൻ സിവിലൈസേഷൻ മൊത്തം ഒറ്റയടിക്ക് എല്ലാവരും മരിച്ചു അല്ലെങ്കിൽ അത്രയും ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു മസാക്കർ നടന്നു എന്ന കൂട്ടക്കൊല നടന്നു എന്നോ അങ്ങനെയൊന്നും അത്രയും എവിഡൻസ് നമുക്ക് ക്ലിയർ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ കണ്ടെത്തുന്ന ഈ സ്കെലറ്റൻസ് എല്ലാം പലതും പല പീരീഡിലൊക്കെ ആയിരുന്നു എന്നാണ് GF ഡെൽസ് ആർഗ്യൂ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ റീസെന്റ്ലി നമുക്ക് കുറെ ജനറ്റിക് അനാലിസിസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സയൻസിന്റെ ടെക്നോളജിയും സയൻസും ഒക്കെ വന്നതോടുകൂടി നമുക്കിപ്പോ കുറച്ചുകൂടി ഇപ്പൊ ഈ കിട്ടുന്ന നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് കിട്ടുന്ന ഓരോരോ വസ്തുക്കളിൽ നിന്നും ഓരോ സ്കെലറ്റനും ഒക്കെ DNA അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക എന്നൊക്കെ അതിൽ ഇപ്പൊ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോ വസന്ത് ഷിൻഡെ എന്ന് പറഞ്ഞ ഒരു ഹിസ്റ്റോറിയൻ ഉണ്ട്. അദ്ദേഹവും പിന്നെ വേറെ കുറെ ഹിസ്റ്റോറിയന്മാരും ഒരുമിച്ച് ഈ DNA അനാലിസിസിന്റെ റിസൾട്ടും വെച്ച് അസ്യൂം ചെയ്ത കാര്യങ്ങളാണ് ഈ റാഖിഗഡി, അതായത് ഹരിയാനയിലുള്ള അപ്പൊ അവര് ചെയ്തതെന്ന് വെച്ചാൽ ഹറപ്പൻ സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയ കുറെ സ്കെലറ്റൻസിന്റെ DNA-യും പിന്നെ ഇപ്പോ കറണ്ട് ഒരു പ്രസന്റ് ടൈമിൽ ഹരിയാനയിൽ താമസിക്കുന്ന കുറെ ആൾക്കാരുടെയൊക്കെ ജനറ്റിക് ഹിസ്റ്ററിയും കൾച്ചറൽ ഹിസ്റ്ററിയും ഒക്കെ DNA അനാലിസിസ് വെച്ച് അവര് കണ്ടെത്തി. അപ്പൊ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ഓക്കെ, ഇപ്പൊ പ്രസന്റ് ഡേയിൽ ഹരിയാനയിലൊക്കെ ആ ഒരു റീജിയനിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ജനറ്റിക് ബ്ലഡ് പണ്ട് കാലത്തെ ഹറപ്പൻ സിവിലൈസേഷന്റെ മനുഷ്യരുടെ ആണ് എന്നാണ് കണ്ടെത്തുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ സയന്റിഫിക് ആയതുകൊണ്ട് ഇതിൽ ഇനിയും കുറെ സ്റ്റഡീസ് നടത്താനുണ്ട്. എന്നാലും ബ്രോഡ് ബേസ്ഡിലൊക്കെ അങ്ങനെ കുറെ റിസൾട്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ അവര് സജസ്റ്റ് ചെയ്യുന്നത് ഡിക്ലൈൻ എന്തെങ്കിലും മൈഗ്രേഷൻ, അതായത് അവിടുത്തെ ആൾക്കാർ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും പോയി കാണും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്ലൈമറ്റ് ഡിസാസ്റ്റർ അല്ലെങ്കിൽ എൻവയറമെന്റൽ ഫാക്ടറും കൊണ്ടായിരിക്കും ആൾക്കാർ പോയ എന്നാണ് അവർ വിചാരിക്കുന്നത്.